ഹലോ ഫ്രണ്ട്സ്, എല്ലാ പുതിയ വീഡിയോയിൽ സ്വന്തം കഴിച്ചല്ല. നമ്മളിത് പോലത്തെ ഒരു അടിപൊളി കണ്ണായിട്ട് ഉണ്ടാക്കിയെടുത്താണ്. ഇതിൻ്റെ ബുള്ളറ്റായിട്ട് നമ്മൾ റബ്ബർ ബാൻഡായിട്ട് ഉപയോഗിക്കണേ. ഒരു 5-6 ഒരുമിച്ച് നമുക്ക് വെടിക്കേട്ടാ. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ബുള്ളറ്റ് വേണ്ടോ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് വരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ഉണ്ടാക്കാനൊരു കാർബോണിൻ്റെ പീസ് എടുക്കുക. എൻ്റെ കാർബോണിൻ്റെ പീസിൽ നമ്മളിങ്ങനെ 2 തോക്കിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്, 2 പീസ്. അതിൻ്റെ ഇങ്ങനത്തെ ഒരു നീളത്തിലുള്ളൊരു പീസ് എടുത്തിട്ട് നമ്മളതിൻ്റെ നടുക്ക് ഇതിങ്ങനെയാണ് വയ്ക്കാം. വേണ്ട, ഇങ്ങനെയാണ് വയ്ക്കാം. ഒട്ടിച്ചെടുക്കുക, ഇങ്ങനെ വെച്ച് ഒട്ടിച്ചെടുക്കുക. വേണ്ട, ഇപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ അതിൻ്റെ ബാക്കി ഭാഗം മൊത്തം അങ്ങനെ ഒട്ടിച്ചെടുക്കണം. വേണ്ട, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മൊത്തം ഒട്ടിച്ചെടുക്കണം. അങ്ങനത്തെ പീസ് വെച്ച് വേണ്ട, നമ്മൾ മൊത്തം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വേണ്ട, അത് കഴിഞ്ഞിട്ട് ഒരു പേപ്പർ എടുക്കുക. അതിൻ്റെ പേപ്പർ നമ്മൾ റോൾ ചെയ്തെടുക്കുക. 2 വേണം കേട്ടോ. അതിൻ്റെ ഒരു റോള് അതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെയാണ് വെച്ച് ഒട്ടിച്ചെടുക്കുക. ആ ഹോളിൻ്റെ ഒരെണ്ണം അടിഭാഗത്ത് കുറച്ച് താത്തി ഒട്ടിച്ചേക്കുക. ഓരോ കുറച്ച് പൊങ്ങിക്കൂടെ, ഓരോ കുറച്ച് താന്നിക്കണം. അങ്ങനെയായിട്ട് ഇരിക്കേണ്ടത്. എന്നിട്ട് ഒട്ടിച്ചെടുക്കാം. ഇതിപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് സെൻറ്റർ നമ്മൾക്ക് ചെറിയൊരു കാർബണിൻ്റെ പീസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇങ്ങനത്തെ ഒരു നീളത്തിലുള്ള കാർബണിൻ്റെ പീസ് എടുത്താൽ ആ റോളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇറക്കി വയ്ക്കുക. കുറച്ച് കട്ടിക്ക് വേണ്ടിയിട്ടത്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ പ്ലസ് ക്യൂക്ക് ഒഴിച്ചെടുക്കുക. ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചെടുക്കുക. അപ്പോൾ നല്ല കട്ടിയിൽ അങ്ങോട്ട് ഇരുന്നോളും. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കാർബണിൻ്റെ പീസിൽ നമ്മളിങ്ങനെ കുറച്ച് പീസുകളിങ്ങനെ ചെരിച്ച് മുറിച്ചെടുക്കുക. അതിങ്ങനെ എന്നിട്ട് ഇത് നമ്മൾ ഈ തോക്കിൻ്റെ മുകളിൽ ഇത് ഈ റോളിൻ്റെ മുകളിൽ അങ്ങോട്ട് വെച്ച് ഒട്ടിച്ചെടുക്കുക. പ്ലസ് ക്യൂക്ക് വെച്ചാൽ നമ്മൾ ഒട്ടിച്ചെടുക്കണം. അതിൻ്റെ ഇങ്ങനത്തെ ഒരു പീസ് എടുത്ത് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലും വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇങ്ങനെ ഇപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനത്തെ ഒരു പീസ് കാർബോർഡിൽ ഇങ്ങനെ മുറിച്ചെടുക്കുക. എന്നിട്ട് അത് നമ്മൾ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ച് നമ്മൾ ഇങ്ങനെ നീക്കണം. ഇങ്ങനെ നീക്കുമ്പോഴാണ് ഇതിൻ്റെ ബുള്ളറ്റ് പോണേ. എന്നിട്ട് ഈ സാധനം ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ആയിക്കോളും. ഇത്രയുള്ള സംഭവം അതിൻ്റെ റബ്ബർ ബാൻഡ് എടുക്കാം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇടാം. ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. ആ ഫ്രണ്ടിൽ വെച്ച സാധനത്തിൻ്റെ ഇത് കൂടെ ഇട്ടിട്ട് എന്നിട്ട് സാധനം പിടിച്ച് ബാക്കോട്ട് ഇങ്ങനെ വലിക്കുക. അപ്പോൾ ബുള്ളറ്റ് ഓൾറെഡി ഉള്ളിൽ ഇട്ട്. അങ്ങനെ നമുക്ക് ഓർമ്മല്ല, നേരെ ബാക്കിലേക്ക് ഓർമ്മ അടുത്തയിലേക്ക് ഇടാം. അങ്ങനെ തന്നെ ഇട്ടിട്ട് അത് ഫുള്ളാക്കാം. ഇപ്പോൾ ഫുള്ളാക്കി ഇട്ടാം. അത് കഴിഞ്ഞിട്ട് ഇത് പിടിച്ച് പതുക്കെ ഓരോന്നിലേക്ക് ആക്കാം. അപ്പോൾ കുറേ ബുള്ളറ്റിങ്ങൾ പോയി വേണ്ടി കിട്ടോ ആ തീരുന്ന വരെ. വേണ്ട, ഇങ്ങനെ അടിപൊളിയായിട്ട് പൊക്കോളും. വേണ്ട, അങ്ങനെ പതുക്കെ ബാക്കിലോട്ട് ഇങ്ങനെ വലിച്ചാൽ മതി. അപ്പോൾ അടിപൊളിയായിട്ട് ഇങ്ങനെ പോയി വേണ്ടി നോളൂ കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ. അപ്പോൾ നമുക്ക് അടുത്തൊരു കാണാം.